ചോദ്യം: നിസ്കരിക്കുന്നവരുടെ മുമ്പിൽ മറവേണമെന്ന് നിബന്ധനയുണ്ടോ? വിശദീകരിച്ചാലും. ഉത്തരം: നിസ്കരിക്കുന്നവന്റെ മുമ്പിൽ മറവേണം. മുമ്പിലൂടെ ആളുകൾ നടന്നുകൊണ്ടിരുന്നാൽ ഏകാഗ്രത ലഭിക്കുകയില്ല. അതിനാലാണ് നിസ്കരിക്കാൻ നിൽക്കുന്നത് ചുമരിൻ്റെയോ മതിലിൻ്റെയോ തൂണിൻ്റെയോ പിന്നിലായിരിക്കണമെന്ന് കൽപ്പിക്കപ്പെട്ടത്. മുമ്പിൽ മതിലും തൂണുമൊന്നുമില്ലെങ്കിൽ ഒരു വടിയെങ്കിലും കുത്തി നിർത്തണം. അതുമില്ലെങ്കിൽ മുമ്പിൽ മുസല്ല വിരിക്കുകയോ പുസ്തകങ്ങളോ മറ്റു സാധനങ്ങളോ വെക്കുകയോ വേണം. അതിനും സാധ്യമല്ലെങ്കിൽ മുമ്പിൽ ഒരു വരയെങ്കിലും വരക്കണമെന്നാണ് നിയമം. ചോദ്യം: നിസ്കരിക്കുന്നവരുടെ മുന്നിലൂടെ നടക്കാൻ പാടില്ലെന്നും നടന്നു പോകുന്നവരെ നിസ്കരിക്കുന്നവന് തടയൽ സുന്നത്താണെന്നും ചിലർ പറയുന്നു. ഇത് ശരിയാണോ? ഉത്തരം: പള്ളിയിൽ നിസ്കരിക്കുന്നവൻ്റെ മുമ്പിലൂടെ നടക്കൽ വൻ കുറ്റമാണെന്ന് പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ബുജൈരിമി പറയുന്നു, നിസ്കരിക്കുന്നവൻ്റെ മുന്നിലൂടെ നടന്നു പോകുന്നവൻ ആ കുറ്റത്തിൻ്റെ ഗൗരവം അറിയുകയാണെങ്കിൽ 40 ദിവസം അല്ലെങ്കിൽ 40 മാസം അല്ലെങ്കിൽ 40 വർഷം നിസ്കാരം തീരാൻ അവിടെ കാത്തു നിൽക്കലാണ് അവർക്കുത്തമം. 40 ദിവസം, മാസം, വർഷം ഏതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതെന്ന് നിവേദകൻ്റെ ഓർമ്മയിലെ വ്യത്യാസമാണ്. നിസ്കരിക്കുന്നവരുടെ മുമ്പിൽ മറയില്ലെങ്കിൽ മുന്നിലൂടെ നടക്കൽ കറാഹത്താണ്. നിസ്കരിക്കുന്നവരുടെ മുന്നിലൂടെ പോകുന്നവരെ തടയൽ സുന്നത്താണ്. നിസ്കരിക്കുന്നതിന് പോലും നിസ്കാരം ബാത്തിലാകുന്ന കാര്യങ്ങൾ ചെയ്യാതെ തന്നെ അത് തടയാവുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നിങ്ങളാരും നിസ്കരിക്കുമ്പോൾ ആരെയും തൻ്റെ മുമ്പിലൂടെ നടക്കാൻ അനുവദിക്കരുത്. കഴിയും വിധം അവരെ തള്ളിമാറ്റണം. എന്നാൽ ജനങ്ങൾ നടക്കുന്ന വഴിയിൽ വെച്ചാണ് ഒരാൾ നിസ്കരിക്കുന്നതെങ്കിൽ അവൻ്റെ മുന്നിലൂടെ നടന്നു പോകുന്നതിന് വിരോധമില്ല. മുമ്പിലുള്ള സഫ് പൂർത്തിയാകാതെ പിന്നിൽ സഫ് ഉണ്ടാക്കിയാൽ ഈ സഫിലുള്ളവരുടെ മുന്നിൽ കൂടി കടന്ന് സഫിൽ ഒഴിവുള്ള സ്ഥലത്ത് നിൽക്കാവുന്നതാണ്. ചോദ്യം: നിസ്കരിക്കുന്നവരുടെ മുമ്പിലുള്ള മറയായി മനുഷ്യരെയോ മറ്റു ജീവികളെയോ പരിഗണിക്കാമോ? പള്ളിയിൽ വിരിച്ച പായ മുസല്ലയായി കണക്കാക്കാമോ? ഉത്തരം: പണ്ഡിതന്മാർക്ക് അഭിപ്രായ വ്യത്യാസമുള്ള കാര്യമാണിത്. അതും മറയായി പരിഗണിക്കാമെന്നാണ് ഇമാം ഇബ്ൻ ഹജർ റളിയല്ലാഹു അൻഹുവിൻ്റെ അഭിപ്രായം. എന്നാൽ ജീവികളെ പരിഗണിക്കില്ലെന്നാണ് ഇമാം റംലി റളിയല്ലാഹു അൻഹു അഭിപ്രായപ്പെടുന്നത്. പക്ഷേ മനുഷ്യന് അഭിമുഖമായി നിസ്കരിക്കൽ കറാഹത്താണ്. അത് നിസ്കരിക്കുന്നവരുടെ ചിന്ത മാറ്റിക്കളയുമെന്നതാണ് കാരണം. ചുമരോ തൂണോ ഇല്ലാത്തപ്പോൾ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്നവരെയോ അണിയിൽ ഇരിക്കുന്നവരെയോ മറയാക്കി മറ്റൊരാൾക്ക് നിസ്കരിക്കാവുന്നതാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, മയ്യത്ത് നിസ്കാരത്തിനായി മൃതശരീരം വിലങ്ങനെ വെക്കപ്പെട്ടതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും ഖിബിലയുടെയും മധ്യേ ഞാൻ കിടക്കുമ്പോൾ അവിടുന്ന് രാത്രി നിസ്കരിക്കാറുണ്ടായിരുന്നു. ചോദ്യം: നിസ്കാരം കഴിഞ്ഞ് മഅ്മൂമുകൾ എഴുന്നേറ്റ ശേഷമാണല്ലോ ഇമാം എഴുന്നേൽക്കാറുള്ളത്. ഇമാം എഴുന്നേറ്റ ശേഷം മഅ്മൂമുകൾ എഴുന്നേൽക്കാവൂ എന്ന് ചിലർ പറയാറുണ്ട്. ഏതാണ് അഭികാമ്യം? ഉത്തരം: നിസ്കാരശേഷം ഇമാം എഴുന്നേറ്റ ശേഷമാണ് മഅ്മൂമുകൾ എഴുന്നേൽക്കേണ്ടത്. ചോദ്യം: സലാം വീട്ടിയാൽ എഴുന്നേറ്റ് പോവലാണ് ശ്രേഷ്ഠമെന്ന് ഫിഖ്ഹി ഗ്രന്ഥങ്ങളിലുണ്ടെന്നിരിക്കെ ഇമാം തൻ്റെ വലതുഭാഗം മഅ്മൂമിലേക്ക് തിരിച്ചിരിക്കുന്നത് ബിദ്അത്താണെന്ന് ചിലർ പറയുന്നു. ഇത് ശരിയാണോ? ഉത്തരം: സലാം വീട്ടിയ ശേഷം ഇമാം എന്തു ചെയ്യണം എന്നതിനെക്കുറിച്ച് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർക്ക് 3 അഭിപ്രായമുണ്ട്. ഇമാം എഴുന്നേറ്റ് നിന്ന് ദുആ ചെയ്യണമെന്നാണ് ഒന്ന്. പിന്നീട് വരുന്നവർ തെറ്റിദ്ധരിച്ച് ഇമാമിനെ പിന്തുടരാതിരിക്കാനാണിത്. ഇമാം റുയാനി റളിയല്ലാഹു അൻ, ജീലി റളിയല്ലാഹു അൻ തുടങ്ങിയവർ ഈ പക്ഷക്കാരാണ്. മുസല്ലയിൽ നിന്നൽപ്പം മാറി സാധാരണ പോലെ ഇരിക്കുക എന്നതാണ് രണ്ടാമത്തെ അഭിപ്രായം. മുസല്ലയിൽ തന്നെ സാധാരണ പോലെ തിരിഞ്ഞിരിക്കുക എന്നതാണ് മൂന്നാമത്തെ അഭിപ്രായം. ഇമാം റംലി റളിയല്ലാഹു അൻ നിഹായിൽ പറയുന്നത് കാണുക, ദിക്റിനും ദുആഇനും വേണ്ടി നിസ്കാരാനന്തരം ഇമാം ഇരിക്കുമ്പോൾ വലതുഭാഗം മഅ്മൂമുകളിലേക്കും ഇടതുഭാഗം മെഹ്റാബിലേക്കുമായി ഇരിക്കലാണ് ഏറ്റവും ശ്രേഷ്ഠമായത്. 2ഉം 3ഉം അഭിപ്രായപ്രകാരം ഇമാം നിസ്കാരാനന്തരം വലതുഭാഗം മഅ്മൂമിലേക്ക് തിരിച്ചിരിക്കലാണ് സുന്നത്ത് എന്ന് പണ്ഡിതന്മാർ വിലയിരുത്തിയിട്ടുണ്ട്. മുസല്ലയിൽ നിന്നൽപ്പം വലതുഭാഗത്തേക്കോ ഇടതുഭാഗത്തേക്കോ മാറി തിരിഞ്ഞിരിക്കൽ ശ്രേഷ്ഠതയുള്ള കാര്യമാണെങ്കിലും കൂടുതൽ ശ്രേഷ്ഠത മുസല്ലയിൽ തന്നെ തിരിഞ്ഞിരിക്കുന്നതിനാണ് എന്നാണ് ഫത്ഹുൽ മുഈനിൽ പറഞ്ഞിട്ടുള്ളത്. വൽ അഫ്ളലു ലിൽ ഇമാമി അൻ യഖൂമ മിൻ മുസല്ല എന്ന് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പറഞ്ഞത് പലരും തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഖിയാമ് എന്ന പദത്തിന് എഴുന്നേറ്റ് പോവുക എന്നർത്ഥം മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കിയ അല്പജ്ഞാനികൾക്കാണ് വലിയ അബദ്ധം പിണഞ്ഞത്. നിസ്കാരം കഴിഞ്ഞ മുസല്ലയിൽ അതേ രീതിയിൽ തന്നെ ഇരിക്കാതെ അല്പം മാറി ഇരിക്കണമെന്ന് സൂചിപ്പിക്കാനാണ് അൻ യഖൂമ
ഐ യുഫാരിഖ തുടങ്ങിയ പദങ്ങൾ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പ്രയോഗിച്ചത്.